അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ ഉള്ളിയും മുളകും വെച്ചിട്ടില്ല ഒരു കിഡിലും ചമ്മന്തിയുടെ റെസിപ്പിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇത് കൂട്ടി കഴിച്ച ഒരു അടിപൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ ഇത് കഴിച്ചവരുണ്ടാവും, ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കഴിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഉള്ളിയും അതേപോലെ തന്നെ മുളകും വെച്ച് പല ടൈപ്പിലും ചമ്മന്തി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിലൊരു ടൈപ്പാണിത്. എല്ലാവരും ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ ആ ഒറിജിനൽ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഒരു 10-15 ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഞാൻ. അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു കഷ്ണം പുളിയും എടുത്തിട്ടുണ്ട്, വാളംപുളിയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കണം. അപ്പം ഞാനിത് എല്ലാം കൂടെ നമ്മുടെ കല്ലിലൊന്ന് ഇട്ടിട്ട് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മിക്സിയിലിട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് അരഞ്ഞു പോകും, ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടൂല. അപ്പം നമുക്കിത് ഇതിനകത്ത് തന്നെ ഇട്ടിട്ടൊന്ന് ചതച്ചെടുക്കണം. അത്യാവശ്യം വലിയ ഉള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 10-15 എണ്ണം എന്തായാലും ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കല്ലുപ്പാണ് ചേർക്കുന്നത്. ഇതിൻ്റെ കൂടെ കല്ലുപ്പാണ് കേട്ടോ ശരിക്കും വീട്ടിൽ നിന്നൊക്കെ ചേർക്കുക. അപ്പം അതുകൊണ്ട് ഞാൻ ചേർത്തന്നേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ സാധാ ഉപ്പ് ചേർത്താൽ മതി. അപ്പം ഇനി ഇത് നമുക്ക് ഇടിച്ചെടുക്കാം. അപ്പം അതേ ഞാൻ നന്നായിട്ട് ഇടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ പുളിയും ഇതിൻ്റെ കൂടെ ചേർത്തുകൊണ്ട് തന്നെ പുളി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പം നല്ല ആ ഒരു പുളിയൊക്കെ നന്നായിട്ട് നമ്മുടെ ഈ ഉള്ളിയിൽ നന്നായിട്ട് പിടിച്ചിരിക്കും. അപ്പം പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പം അതേ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ വേണ്ടത്. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത്, ഇത്രയും മതിയാവും. അപ്പം എല്ലാം ഞാൻ ഇതിനകത്ത് നിന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാനൊരു 15 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇത് കാശ്മീരിയാണ്, അതുകൊണ്ട് അധികമൊന്നും എരിവുണ്ടാവില്ല. അപ്പോൾ 15 എണ്ണം വരെ എടുക്കാം. പിന്നെ സാധാ മുളകാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ളതിൻ്റെ എരിവ് അനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതി. അപ്പോൾ അതേ ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് പൊടിയണ്ട, ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്താൽ മതി. ഈ ചമ്മന്തിക്ക് നല്ലോണം എരിവ് വേണം, എന്നാലേ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇത്രയും വേണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരിയും സാധാ മുളകും മിക്സ് ചെയ്തിട്ടും വേണമെങ്കിൽ പൊടിച്ചെടുക്കാം, കുഴപ്പമില്ല. അപ്പം ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നിർബന്ധമാണ്, വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം, അപ്പോഴാണ് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ കുറച്ചധികം വെളിച്ചെണ്ണ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 2 കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ കുറച്ച് അധികം എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത്രയും വേണ്ടാത്തവർക്ക് കുറക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പം അത് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. തീയൊന്ന് കുറച്ച് വെച്ചിട്ട് ചേർക്കുക. പിന്നെ ഇത് ഒരുപാട് നേരം വഴറ്റിയെടുക്കൊന്നും വേണ്ട, ഒന്ന് ചെറുതായിട്ട് ചുമന്ന് വരുന്ന വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പം ഇതേ ചെറുതായിട്ട് കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇച്ചിരിയും കൂടി ഒന്ന് റെഡി ആവട്ടെ. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള മുളക് ഇട്ട് കൊടുക്കുക. പൊടിക്കുന്ന സമയത്ത് ഒത്തിരി അങ്ങോട്ട് പൊടിക്കാണ്ട് ഇതുപോലെ ക്രഷ് ചെയ്ത് എടുക്കുക, അപ്പോഴാണ് കുറച്ചുകൂടെ നല്ലത്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മുളക് ചേർത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് വഴറ്റിയെടുക്കാൻ നോക്കുക. അപ്പം ഞാനിത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. നല്ലപോലെ പച്ചമുളകൊക്കെ മാറിയതിന് ശേഷം ഞാൻ ഇതിനകത്തോട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതും കാശ്മീരിയാണ് എടുത്തിട്ടുള്ളത്. അത് എരിവിന് വേണ്ടിയിട്ട് ചേർക്കുന്നതല്ല, ഒരു കുറച്ചൊന്ന് കുഴമ്പ് പരുവത്തിൽ ചെറുതായിട്ടൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്തതാണ്. അത് നിങ്ങൾക്ക് വേണേൽ സ്കിപ്പ് ചെയ്യാം. അതിനുശേഷം ഇതിനകത്തോട്ട് ഞാൻ 2 ടീസ്പൂൺ വെള്ളം ചേർക്കുന്നുണ്ട്. ചൂടുവെള്ളമാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. 1 മിനിറ്റും കൂടെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇപ്പം നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ മുളകിൻ്റെയും അതേപോലെ മുളക് പൊടിയുടെയും ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. അതുപോലെ ഉപ്പ് ഞാൻ ആദ്യം ചേർത്തതാണ്. അപ്പം നിങ്ങൾക്ക് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ചമ്മന്തിയല്ലേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഒരു കറി ആവശ്യമില്ല, ഈ ഒരൊറ്റ ചമ്മന്തി മതി. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. പിന്നെ ഈ വലിയ വലിയ കറികളൊക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് ഇത് ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല. എന്നെ പോലെ ചമ്മന്തിയും അതേപോലെ തന്നെ ഉള്ളിയും പുളിയൊക്കെ ഇഷ്ടമാവുന്നവർക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പം അതേപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പം ഇതേപോലെ തന്നെ മറ്റൊരു കിടിലനായിട്ടുള്ള വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.